അപ്പോൾ നമ്മളിതൊരു ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏരിയയിൽ ഷോർട്ട് കാണിച്ചപ്പോഴാണ് നമ്മുടെ MT5 ട്രേഡ് പ്ലേസ് അയക്കുന്നത്. ഓക്കെ, ഈ ലെവലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ആവുന്നത്. നമ്മുടെ ലൈവ് ട്രേഡാണിത്. നിലവിൽ ഫസ്റ്റ് GP ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്കിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിനെ ബ്രേക്കിങ്ങിലോട്ട് മാറ്റി സേഫായി. ഇനി നമ്മൾ പക്ഷേ ഒരു പൊസിഷനും ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ് പൊസിഷൻ ഈ ഒരു ഏരിയയിൽ സെക്കൻഡ് TP 1:2 ക്ലോസ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനി അഥവാ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് 2 ഹിറ്റ് ആവാതെ തിരിച്ച് എൻട്രിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലോസ് ആവും. പക്ഷേ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ നെക്സ്റ്റ് ട്രേഡിൽ ഈ സെയിം മെത്തേഡിനെ ഫോളോ ചെയ്യും. ഓക്കെ, നിലവിൽ ട്രേഡ് ഒരു ഷോർട്ട് ട്രേഡാണ്, 1 മിനിറ്റ് ടൈം ഫ്രെയിമാണിത്. ഇവിടെ ഒരു പീക്ക് പ്രോഫിറ്റിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്, പീക്ക് പ്രോഫിറ്റിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ട്. നമുക്ക് ഒരു FEG ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് ഇതിൻ്റെ ഒരു 50% എടുക്കാനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിലോട്ട്. പിന്നെ ഇവിടെ ഒരു FEG ഉണ്ട്. ഇതൊരു FEG ആണ്. ഇതിൻ്റെ 50% ചാൻസ് ഉണ്ട് വരാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രേഡ് ഒന്ന് വാച്ച് ചെയ്യാം. മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏരിയയിൽ ഷോർട്ട് കാണിച്ചപ്പോഴാണ് നമ്മുടെ MT5 ട്രേഡ് പ്ലേസ് അയക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ട്രേഡ് ഫിക്സഡ് ലോട്ട് സൈസിലാണ് എടുത്തേക്കുന്നത്. 0.125 ആണ് ലോട്ട് സൈസ് വരുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഷോർട്ട് സിഗ്നൽ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ MT5 ഒരു ട്രേഡ് ഓപ്പൺ ആവും. അതേപോലെ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ലെവലും ഈ ടേക്ക് പ്രോഫിറ്റ് ലെവലുമാണ്. ഇവിടെ ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവൽ കാണാൻ പറ്റും. ഈ ലെവലുമാണ് ഡീഫോൾട്ടായിട്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നത്. ഓക്കെ, ഈ ലെവലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ആവുന്നത്. നമ്മൾ മാനുവലി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
നമ്മൾ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റിലായിരിക്കും, ഒന്നുകിൽ ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ സെഷനിലായിരിക്കും ചെയ്യുന്നത്. മാർക്കറ്റ് ഇൻ കേസ് മേലോട്ട് പോയിട്ട് നമ്മൾ എൻട്രിയിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലോസ് ആവുന്നതായിരിക്കും. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഇവനിൽ വെച്ചേക്കാണ്. ഈ 1:2 ഈ ഫസ്റ്റ് ടി പി എത്തിയ ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഇവനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡെമോ ട്രേഡാണ്. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡെമോ ട്രേഡ് എടുത്തതാണ് ഈ അക്കൗണ്ടിൽ. ഈ ഇൻഡിക്കേറ്ററിനെയും MT5നെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇൻഡിക്കേറ്ററിനെ കോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ മേലോട്ട് പോകുന്നുണ്ട്. ഏകദേശം TP2 എത്താറായതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഏകദേശം നമ്മുടെ ഡിസ്കൗണ്ട് സോണിൽ പ്രീമിയം സോണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ലെവലിൽ ബെയറിഷിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് തിരിച്ച് റിവേഴ്സൽ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഈ ലെവലിലായിരിക്കും. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രിയിൽ ടച്ച് ചെയ്തു, ബ്രേക്ക് ഇവന് ക്ലോസ് ആയിട്ടുണ്ട് ട്രേഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് മിസ്സായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ട്രേഡ് ഇതാണ്. ഈ ഒരു ട്രേഡിൽ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ TP ഈ ഒരു ലെവലായിരുന്നു. പക്ഷേ നമുക്ക് സംഭവിച്ചത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് വന്നു, നമ്മുടെ എൻട്രി പോയിന്റ് ടച്ചായി. ആ ടൈമിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായിട്ട് ബ്രേക്ക് ഇവനിൽ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു, നമ്മുടെ TP2 അടിച്ചിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് മേലോട്ട് പോയി. ഓക്കെ, പിന്നീട് നമ്മുടെ അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് റണ്ണിങ്ങിലാണ്, നിലവിൽ കാണാൻ പറ്റും. ട്രേഡ് റണ്ണിങ്ങിലാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ലെവലാണ് വന്നിരിക്കുന്നത്. ടേക്ക് പ്രോഫിറ്റ് ഈ ലെവലാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് എത്തും എന്നുള്ളതാണ്. നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്ന ലെവലെന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ, നിലവിൽ മാർക്കറ്റ് പീക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നോക്കാം, നമുക്ക് ഈ ഒരു ടാർഗറ്റ് എത്തുമെന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് മേലോട്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടേക്ക് FVGC റീറ്റ് ആവുന്നുണ്ട്. മാർക്കറ്റ് ഒന്നിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് മേലോട്ട് പോവാം. പക്ഷേ നമ്മുടെ റൂൾ പ്രകാരം ഒരിക്കലും ട്രേഡ് വഴിയിൽ ക്ലോസ് ചെയ്യാറില്ല. ടാർഗറ്റ് അടിച്ച് തന്നെ ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ലെവൽ അടിക്കുമ്പോൾ തന്നെ ആയിരിക്കും ട്രേഡ് ക്ലോസ് ആവുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ഈ TP1 അടിച്ച ടൈമിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റ് ഇനി അഥവാ താഴോട്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, പീക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റിലോട്ട് എത്തുമോ എന്ന് നോക്കാം. പീക്ക് പ്രോഫിറ്റ് അടുപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഒരു ഡൗൺ ആരോയാണ് ലോങ് ട്രേഡിൻ്റെ, ഈ ഒരു ഗ്രീൻ ഡൗൺ ആരോയാണ് ലോങ് ട്രേഡിൻ്റെ പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഡൗൺ ആരോസ്. ഓക്കെ, മാർക്കറ്റ് മേലോട്ട് തന്നെ പോകുന്നു. നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്, 1 മിനിറ്റ് ചാർട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമെന്നുള്ളതിലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. മാർക്കറ്റിൽ
നെക്സ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടാർജറ്റ് കൂടെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രേഡുകളിൽ ഒരു ഇപ്പോൾ ഈ എടുത്ത ട്രേഡിൽ $130 പ്രോഫിറ്റാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ ഒരു തൊട്ട് മുമ്പത്തെ ട്രേഡിൽ ഒരു ലോസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ട്രേഡ് 3 എണ്ണവും ബ്രേക്ക് ഈവനിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ 1:2 ആണ് ടാർജറ്റ് വെച്ചേക്കുന്നത്. 1:2 മാർക്കറ്റ് എത്തുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് അതിന് ശേഷം വലിയൊരു മൂവ്മെൻറ്റ് നല്ലോണം നടത്തുന്നുണ്ട്. ഇനി നമ്മളെ ആ ഒരു മൂവ്മെൻ്റ് ഒന്നും ബാധിക്കുന്നതില്ല, കാരണം നമ്മുടെ സെറ്റപ്പിൽ പ്രകാരം ട്രേഡ് എടുത്തു, അവിടെ ട്രേഡ് എക്സിറ്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സിഗ്നൽ കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ ട്രേഡിലോട്ട് വരുന്നത്. ഈ ഒരു ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലേസ് ആവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു സിഗ്നൽ വരുന്ന ടൈമിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ട്രേഡ് പ്ലേസ് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ട്രേഡ് ഫസ്റ്റ് TP എത്തുന്ന ടൈമിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിൽ മൂവ് ചെയ്തിട്ട് TP2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇനി ഇൻ കേസ് മാർക്കറ്റ് TP2 എത്താതെ തിരിച്ച് എൻട്രിയിലോട്ട് വരികയാണെങ്കിൽ ആ ട്രേഡ് അവിടെ ക്ലോസ് ആവും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പേഴ്സണലി ട്രേഡ് എടുത്തു പോകുന്നത്. നമ്മളിപ്പോൾ നിലവിൽ നോക്കുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 5K അക്കൗണ്ടാണ്. അതിനകത്ത് നമ്മൾ ലോട്ട് സൈസായിട്ട് ഫിക്സഡ് ലോട്ട് സൈസാണ് വെച്ചേക്കുന്നത്. ഫിക്സഡ് ലോട്ട് എന്ന് പറയുന്നത് 2.25 ആണ് ലോട്ട് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡെമോ അക്കൗണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചധികം ലോസ് കാണാൻ പറ്റും, കാരണം നമ്മളിത് ഈ ഇൻഡിക്കേറ്റർ ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇത് നമ്മുടെ റിയൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല. ഓക്കെ, അപ്പോൾ ഓട്ടോ ട്രേഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ.